Good morning, dear students. Today we are going to discussing about our new section, new topic from condensed matter physics, that is lattice vibration and phonons. Okay, we are familiar with the term phonons. അല്ലേ, നമ്മൾ ഫോണോൺ എന്ന ടേം കേട്ടിട്ടുണ്ട് അല്ലേ. ബിഫോർ ദാറ്റ് യു ഓൾറെഡി ഹേർഡ് ദ ടേം ഫോട്ടോൺ. വാട്ട് ഈസ് ഡിഫറൻസ്, വാട്ട് ഈസ് മെൻ ബൈ ഫോട്ടോൺ? ആക്ച്വലി ഫോട്ടോൺ ഈസ് എ defined as it is a quantization of electromagnetic wave. Quantization of electromagnetic wave or light wave. Light wave ne quantize ചെയ്ത് കിട്ടുമ്പോൾ that should possess an energy, or it is a wave. Actually it is a wave and it is quantized. A packets of energy, light energy ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോട്ടോൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഫോട്ടോണിനെ നമ്മൾ, ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ എന്ത് ചെയ്യുന്നു, ക്വാണ്ടൈസ് ചെയ്യുന്നു. അതിന് എനർജി എത്രയാണ്? ദാറ്റ് എനർജി ഇ ഈക്വൽ ടു എച്ച് ന്യൂ അല്ലേ. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ എനർജി ഇ ഈക്വൽ ടു എൻ എച്ച് ന്യൂ ആണ്. നമ്മുടെ കേസിലത് ഫോട്ടോൺ ആകുമ്പോൾ ഇത് ക്വാണ്ടൈസ്ഡ് ഫോമാണ്. അതിന് ഏറ്റവും മിനിമം പാക്കറ്റ്സ് ആക്കി കിട്ടുമ്പോൾ അല്ലേ. അപ്പം അതിനെയാണ് ദാറ്റ് ഷുഡ് പോസസ് ആൻ എനർജി ഇ ഈക്വൽ ടു എച്ച് ന്യൂ. ഓക്കെ, അപ്പം അതാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. ബട്ട് എ ഫോണോൺ ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് എ ക്വാണ്ടൈസേഷൻ ഓഫ് ലാറ്റിസ് വേവ്സ്. ലാറ്റിസ് ക്യാൻ മൂവ് ലൈക്ക് എ വേവ്. ഒരു സൗണ്ട് വേവിന് അല്ലെങ്കിൽ ലാറ്റിസ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് എന്തായി മാറുകയാണ്? അതൊരു വേവ് സ്ട്രക്ചറായിട്ട് മാറുകയാണ്, വേവിൻ്റെ പാറ്റേൺ ആയിട്ട് കിട്ടുവാണ്. ആൻഡ് ഇറ്റ് ഓൾസോ പൊസസ് ആൻ എനർജി ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ. ദർശ ഫ്രീക്വൻസി, അവിടെ ഒരു ഫ്രീക്വൻസി വൈബ്രേഷണൽ അല്ലേ എനർജിയാണ് അവിടെ കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ. അപ്പോൾ ആ ഒരു ക്വാണ്ടൈസേഷൻ ഓഫ് ലാറ്റിസ് വേവ്സ് ഓർ സൗണ്ട് വേവ്സ് ഈസ് നോൺ ആസ് എന്താ, ഫോണോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായാലും ഫോണോണും ഫോട്ടോണും തമ്മിൽ. ഓക്കെ, അപ്പോൾ ഇതൊരു സൗണ്ട് വേവ്സിൻ്റെ കേസിലാണ് നമ്മൾ, അല്ലെങ്കിൽ ലാറ്റിസ് വേവ്സിൻ്റെ കേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോണോൺ എന്ന ടേം യൂസ് ചെയ്യുന്നത്. ലാറ്റിസ് വൈബ്രേഷനെ ക്വാണ്ടൈസ് ചെയ്ത് കിട്ടുമ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് നോൺ ആസ് ഫോണോൺ. Okay, first of all, the concepts of phonon was introduced in 1932 by a Soviet physicist Igor Tamm. The name phonon comes from the Greek word phone, which translates to sound or voice, because long wavelength phonons give rise to sound. The name analog to the word photon. Okay, Igor Tamm എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ്. Soviet physicist, and it comes from the word phone, which translate to sound or voice, because long wavelength phonon give rise to sound. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിനാണ് എന്ത് പറയുന്നത്, ഫോണോൺ എന്ന് പറയുന്നത്. ഇതൊരു അല്ലേ, ഫോണോൺ എന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ പിന്നീട് കാണാം മാഗ്നോൺസ്, മാഗ്നറ്റൈസേഷൻ ഓഫ് മാഗ്നറ്റിക് വേവ്സ്, എക്സൈറ്റോൺ, ഇങ്ങനെയൊക്കെയുള്ള ടേംസുകൾ നിങ്ങൾ പിന്നീട് നമുക്ക് അടുത്ത സെമിസ്റ്ററുകളിലൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന ഫോണോൺ എന്ന് പറയുന്ന ഒരു ടേമാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ആക്ച്വലി ഫോണോൺ? എ ഫോണോൺ ഈസ് എ കളക്റ്റീവ് എക്സൈറ്റേഷൻ ഇൻ എ പീരിയോഡിക് ഇലാസ്റ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റം ഓർ മോളിക്യൂൾ ഇൻ കണ്ടൻസ്ഡ് മാറ്റർ, specifically in solid and some liquids, some crystalline liquid crystals also. This term can be used. Phonon, it is a periodic elastic arrangement of atom. Here the atoms are arranged in an elastic manner. So elastic arrangement of atom or molecule in condensed matter, specifically in solid or some of the liquids. Okay, then വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ്? ഈ ഫോണോൺസിന് ഫിസിക്സിലുള്ള ഇമ്പോർട്ടൻസ് എന്താണ്? ഓക്കെ, ഫോണോൺസ് പ്ലേ എ മേജർ റോൾ ഇൻ മെനി ഓഫ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടൻസ്ഡ് മാറ്റർ, സച്ച് ആസ് തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു തെർമൽ ബിഹേവിയർ, തെർമൽ പ്രോപ്പർട്ടീസ്, തെർമൽ ഇതിനൊരു റിലേഷൻ, തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയെ റിലേറ്റ് ചെയ്ത് നമുക്ക് ഫോണോണിന് ഒരു മേജർ റോള്
നമ്മുടെ കണ്ടൻസ്ഡ് മാറ്ററിലെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. ആൻഡ് ദ ഫോണോൺ വെക്റ്റർ Q ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡെൽറ്റ ടി. Here K is electrical conductivity and delta T is the thermal conductivity. Okay, it is an important result. Phonon is defined as a Q equal to minus K into del T. Okay. Then the types of phonons. നമ്മൾ പിന്നീട് കാണും വൈബ്രേഷൻ, ലാറ്റിസ് വൈബ്രേഷൻ ഡയറ്റോമിക്കിൻ്റെ കേസിൽ നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. There are mainly 2 മോഡ്സിൽ ഈ ഫോണോൺ നമുക്ക് എക്സിബിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഒപ്റ്റിക്കൽ ഫോണോൺസ് ആർ എക്സൈറ്റഡ് ഈസിലി ബൈ ലൈറ്റ് ഇൻ അക്യൂസ്റ്റിക് ഫോണോൺസ്. ഒപ്റ്റിക്കൽ ഫോണോൺസ് ആൻഡ് അക്യൂസ്റ്റിക്കൽ ഫോണോൺസ്. Optical phonons are excited easily by light. In acoustic phonons, both positive and negative ions swing together. Optical phonons, positive and negative phonons swim against each other. Okay. Optical phonons ഉം acoustical phonons ഉണ്ട്. Acoustical മോഡിൽ അത് സെയിം ഡിറക്ഷനിൽ പോസിറ്റീവ് നെഗറ്റീവ് ഇത് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ബട്ട് ഇൻ ഒപ്റ്റിക്കൽ ഫോണോൺസിൻ്റെ കേസിൽ ഇതൊരു ഡയറക്ഷനിലാണെങ്കിൽ മറ്റേത് അടുത്ത ഡയറക്ഷനിൽ. ഇപ്പോൾ ഒരു ഡയറ്റോമിക്കിൻ്റെ കേസിലാണെങ്കിലും ഈ ഒരു കേസ് തന്നെയാണ്, സെയിം ഇതിൽ മൂവ് ചെയ്യും. ബട്ട് ഇൻ ദ ഒപ്റ്റിക്കൽ മോഡിൽ ഒന്ന് ഈ ഡയറക്ഷനിലാണെങ്കിൽ അനദർ ആറ്റം മൂവിന് ഡിഫറെൻറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ദിസ് ഈസ് എ അക്വസ്റ്റിക് മോഡ് ആൻഡ് ദിസ് വൺ ഈസ് ദ ഒപ്റ്റിക്കൽ മോഡ്. ഓക്കെ. ദെൻ ദ വേവ് വെക്റ്റർ. ആൻഡ് ദ വേവ് വെക്റ്റർ നമുക്ക് കാണാൻ പറ്റിയ ഒരു പ്രോസസ്സ്. ഇഫ് എ ഫോണോൺ വിത്ത് എ വേവ് വെക്റ്റർ ഈസ് ക്രിയേറ്റഡ് ബൈ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ഓഫ് ഫോട്ടോൺസ് or neutron from a wave vector k to k prime. The wave vector selection rule that governs the process is k prime ആക്കാൻ വേണ്ടി നമുക്ക് കാണാൻ പറ്റും k equal to k prime plus k and plus g. അതിനെ നമുക്ക് k ആക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമുക്ക് ഒരു പ്രോസസ്സ് നമ്മൾ കാണും പിന്നീട്, നോർമൽ പ്രോസസ്സും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇതുപോലെ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണാം. k ഈക്വൽ ടു k പ്രൈം പ്ലസ് k പ്ലസ് g, വെർ g ഈസ് ദ റെസിപ്രോക്കൽ ലാറ്റിസ് വെക്റ്റർ. g ഈസ് ദ റെസിപ്രോക്കൽ. എന്താണ് റെസിപ്രോക്കൽ ലാറ്റിസ് വെക്റ്റർ എന്ന് നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ g എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ലാറ്റിസ് വെക്റ്റർ. k ഈക്വൽ ടു k പ്രൈം പ്ലസ് k പ്ലസ് g. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഇതിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തേക്കുന്നത്, റെസിപ്രോക്കൽ ലാറ്റിസ് വെക്റ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് അതിൻ്റെ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി പറയാൻ നേരത്ത് മാത്രമേ നമ്മൾ അതിൻ്റെ വേവ് വെക്റ്റർ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നുള്ളൂ. ഓക്കെ. ദെൻ ദ എനർജി ഓഫ് ഫോണോൺ. From the quantum theory, the energy of a harmonic oscillator, okay, that is equal to E equal to a harmonic n plus half into h cut omega. Okay, and the phonon energy phonon equal to എന്ത് വരും, h cut omega. Energy of a phonon is E equal to h cut omega. ഫോണോണിൻ്റെ എനർജി E equal to h cut omega. And the phonon momentum, it is important result, P equal to h cut k, where k is the അതെന്താണ്, വേവ് വെക്റ്റർ ആണ്. k is the wave vector. It is convenient to interpret h cut k has the phonon momentum. It is only really the true kinematic momentum and often referred to as crystal momentum. അപ്പോൾ നിങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് ക്രിസ്റ്റൽ മൊമെൻറ്റം എന്ന് ചോദിച്ചാലും ഈ സെയിം റിസൾട്ട് തന്നെയാണ്. മൊമെൻറ്റം P ഈക്വൽ ടു, സാധാരണ നമ്മളെങ്ങനെ എഴുതുന്നത്, മൊമെൻറ്റം P ഈക്വൽ ടു എച്ച് അല്ലേ, എച്ച് കട്ട് കെ. എച്ച് കട്ട് കെ ആയിരിക്കും മൊമെൻറ്റം, ക്രിസ്റ്റൽ മൊമെൻറ്റം എന്ന് പറയുന്നത്. കൈനമാറ്റിക് മൊമെൻറ്റമായിട്ട് നമ്മൾ എടുക്കാറില്ല അല്ലേ. സാധാരണ നമുക്കറിയാം അല്ലേ, മൊമെൻറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ കേസിൽ നമ്മൾ എടുക്കുന്ന പോലെയല്ല. ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. P ഈക്വൽ ടു എച്ച് കട്ട് കെ. കെ ഈസ് ദ വേവ് വെക്റ്റർ. ഓക്കെ. ദെൻ
എ ക്വാണ്ടം ഓഫ് വൈബ്രേഷൻ എനർജി ഡിസ്പേർഷൻ റിലേഷൻ. ഡിസ്പേർഷൻ റിലേഷൻ ഈസ് നോൺ ആസ് ഡിസ്പേർഷൻ. നിങ്ങൾ ടേം ഫെമിലിയർ ആക്കുക. ഡിസ്പേർഷൻ റിലേഷൻ നമുക്കറിയാം, ഒരു എനർജി ക്വാണ്ടം ഓഫ് എനർജി ഇ ഈക്വൽ ടു എച്ച് കട്ട് പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m ആണെന്ന് നമുക്കറിയാം അല്ലേ. എന്താണ് പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m ആണ് എനർജി, ക്വാണ്ടം ഓഫ് എനർജി അല്ലേ. പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m. ഇവിടെ പി എന്ന് പറഞ്ഞാൽ എന്ത് വരും, എച്ച് കട്ട് കെ. അപ്പോൾ എച്ച് സ്ക്വയർ കെ സ്ക്വയർ ഡിവൈഡ് ബൈ 2m അല്ലേ, ശരിയല്ലേ. അപ്പം എന്തായിരിക്കും ഇ വേഴ്സസ് കെ എന്തൊക്കെ വരും, കെ സ്ക്വയർ അല്ലേ. ഇ വേഴ്സസ് അല്ലെങ്കിൽ ഈ കെ ഡയഗ്രത്തിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഡിസ്പേർഷൻ റിലേഷൻ. ഡിസ്പേർഷൻ റിലേഷൻ എന്താണ്, എനർജി വേഴ്സസ് വേവ് വെക്റ്റർ. വേവ് വെക്റ്റർ വേഴ്സസ് ഒമേഗ കെ is known as omega as a function of k. Wave vector is known as phonon dispersion relation. Omega is a function of wave vector is known as dispersion relation. It has energy h cut omega and wave vector k. Okay, അപ്പോൾ എന്തായിരിക്കും ഒമേഗ വേഴ്സസ് കെ. അപ്പോൾ എന്തായിരിക്കും ലാറ്റിസിനെ വൈബ്രേറ്റ് ചെയ്യാം. ഇത് കാണിക്കുന്ന എന്താ, ഓരോ പോയിൻ്റാണ് ലാറ്റിസ് പോയിൻറ്റ്സ്. ഓക്കെ, ലാറ്റിസ് പോയിൻറ്റ്സിലിരിക്കുന്ന ആറ്റം വൈബ്രേറ്റ് ചെയ്യുന്നു, അതിനാണ് ലാറ്റിസ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് കാണാൻ പോവുകയാണ്. പിന്നെ ഇതിൻ്റെ ഫോണോൺസിൻ്റെ പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ പ്രിഡിക്റ്റഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഫോണോൺ, ഇങ്ങനെയൊക്കെ ആവാം എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ദീസ് ആർ ദ പ്രിഡിക്റ്റഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഫോണോൺ. Phonons are often used as a quasi-particle. Some popular research shown that phonon and protons may indeed have some kind of mass and be affected by gravity. Phonons are predicted to have a kind of negative mass and a negative gravity. Phonons are known to travel faster in denser materials. It is predicted that phonons would deflect away as it detects the difference in densities, exhibiting the quality of a phonon of a negative gravitational field. Phonons have been predicted to play a key role in superconductivity in materials and പ്രൊഡക്ഷൻ ഓഫ് സൂപ്പർ കണ്ടക്റ്റീവ് കോമ്പൗണ്ട്സ്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിനാണ് നമ്മൾ കൂപ്പർ പെയർ അല്ലേ, ഫോണോൺസിൻ്റെ ഇലക്ട്രോൺ അല്ലേ, ഇലക്ട്രോൺ പെയർ ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് പാർട്ടിക്കിളായിട്ട് ഫോണോൺ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മളതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി കാണുന്നതാണ്. പിന്നെ നെഗറ്റീവ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ദെൻ അനദർ പ്രോപ്പർട്ടി ഈസ് ഇറ്റ് ക്യാൻ ട്രാവൽ ഫാസ്റ്റർ ഇൻ ഡെൻസർ മെറ്റീരിയൽ. ഇറ്റ് പൊസസ് എ നെഗറ്റീവ് മാസ് ആൻഡ് നെഗറ്റീവ് ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോണോൺസിൻ്റെ മെയിനായിട്ട്, ഇതൊരു യൂസ്ഡ് ആസ് എ ക്വാസി പാർട്ടിക്കിൾ. ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള പ്രോപ്പർട്ടീസ്, പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസാണ്. ആക്ച്വലി നമ്മുടെ മനസ്സിൽ വേണം ഈ ഫോണോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒരു ക്വാസി പാർട്ടിക്കിളാണ് അല്ലേ. അത് നമുക്ക് cannot be seen, അത് നമുക്ക് ഒരു സ്യൂഡോ പാർട്ടിക്കിൾ എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ. അതൊരു ഇമാജിനേഷനാണ്. നമുക്ക് ഈ ലാറ്റിസിന് ഇരിക്കാൻ അത് വൈബ്രേറ്റ് ചെയ്യുന്നു. ലാറ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്സ് തന്നെ ഒരു ഇമാജിനറി കോൺസെപ്റ്റ്സ് ആണ് അല്ലേ. നമുക്കത് പാർട്ടിക്കിൾ ആറ്റത്തിന് അല്ലെങ്കിൽ ബേസിസിന് ഇരിക്കാൻ ഒരു പൊസിഷൻ വേണം എന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലേ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അത് എവിടെ ഇരിക്കുമെന്ന് നമുക്കറിയില്ല. സോ അപ്പോൾ അതിനാണ് നമ്മൾ ലാറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാറ്റിസിൻ്റെ വൈബ്രേഷൻ എപ്പോഴും എന്തായിരിക്കും, ഒരു സ്യൂഡോ കോൺസെപ്റ്റ്സ് തന്നെ. അപ്പോൾ ഫോണോൺസ് എന്ന് പറയുന്നത് നമുക്കൊരു ഇമാജിനറി കോൺസെപ്റ്റ്സ് തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദെൻ ലാറ്റിസ് വൈബ്രേഷൻ ജസ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. ലാറ്റിസ് വൈബ്രേഷൻ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ഫോണോൺസിൻ്റെ കേസിൽ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഫോണോൺ എന്താണ്, ഫോണോണിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, 2 ടൈപ്പ് ഫോണോൺസ് ഉണ്ട്. എന്തൊക്കെയാണ്, അക്കൂസ്റ്റിക് ഫോണോൺസ് ആൻഡ് ഒപ്റ്റിക്കൽ ഫോണോൺസ്. നമുക്ക് ലാറ്റിസ് വൈബ്രേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ക്ലിയർ ആയില്ലേ. അപ്പോൾ ഫോണോൺസ് മനസ്സിൽ വേണം. ഈ ഈക്വൽ ടു ഫോണോൺ മൊമെൻറ്റം എന്താണ്, അത് ക്രിസ്റ്റൽ മൊമെൻറ്റം തന്നെയാണ് ഫോണോൺ മൊമെൻറ്റം. പിന്നെ നമ്മൾ കണ്ടത്
അല്ലേ? ഇത്രയും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഫോണോണിൻ്റെ കുറിച്ച്. ഫോണോൺ എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ വേണം. ലാറ്റിസ് വൈബ്രേഷൻ്റെ ക്വാണ്ടൈസ്ഡ് ഫോമാണ് ഫോണോൺ എന്ന് പറയുന്നത്. ഓക്കെ താങ്ക് യു.